ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റുമോ എന്നാണ് ചിലർക്ക് പേടി. പരിഹാരമുണ്ട്. തെറ്റ് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സ്പീഡിൽ പറയുക. വാക്കുകൾ, നമുക്ക് അറിയുന്ന വാക്കുകൾ എത്രയോ ഉണ്ട്, അത് തന്നെ മതിയോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷെ അത് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചേർക്കണം എന്നുള്ളതിലാണ് സംശയം വരുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ അത് വ്യക്തമാകാത്ത വിധത്തിൽ സംസാരിക്കുക. ഉദാഹരണമുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് നീട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ നെയിം. വാട്ട്സ് എ നെയിം. നെയിം എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട പദം. ബാക്കിയുള്ളത് സ് എന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ മതി. എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ ഗോയിങ് എന്നാണ് പ്രധാനപ്പെട്ട പദം. വേ ഗോയിങ്. വയ എന്നോ സ് എന്നോ ചേർത്താൽ മതി പല സെൻറ്റൻസിലും. ആ സന്ദർഭം അനുസരിച്ച് അതിൻ്റെ കൂടെ ആംഗ്യം വേണം, മുഖഭാവം വേണം, ശബ്ദം അതിനനുസരിച്ച് ആവശ്യമനുസരിച്ച് മാറ്റണം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കാൻ പറ്റും. അത് ദീർഘവാചകങ്ങളിലുമാകാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മഴ പെയ്യുമായിരുന്നു, കയ്യിൽ കുടയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നനഞ്ഞു പോയി എന്നൊക്കെ ദീർഘമായി പറയേണ്ട ആവശ്യമില്ല. അത് ഏറ്റവും ചുരുങ്ങിയത് വളരെ അത്യാവശ്യമുള്ള പദങ്ങൾ മാത്രം ക്ലിയർ ആവുന്ന വിധത്തിൽ എങ്ങനെ പറയാം. ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് റെയിനിങ്, അറ്റ് നോ അംബ്രല, ഓൾ വെറ്റ്. അറിയുന്ന പദങ്ങൾ തന്നെയല്ലേ. വെൻ ഐ വാസ് കമ്മിങ് ഇറ്റ് വാസ് റെയിനിങ്, ഐ ഹാഡ് നോ അംബ്രല, ഓൾ വെറ്റ്. ഇതാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ സ് എന്ന ശബ്ദം എന്തെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ സേഫാണ്. തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ക്രമേണ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഇത് മെച്ചപ്പെടുത്താൻ കഴിയും.